ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൊണ്ടാട്ട മുളക് അല്ലെങ്കിൽ തൈര് മുളക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. കൊണ്ടാട്ട മുളക് കൂടുതൽ പേർക്കും നല്ല ഇഷ്ടമായിരിക്കും. നന്നായി പച്ചമുളക് കഴുകിയെടുക്കണം. ആദ്യമായിട്ട് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. പച്ചമുളകെല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പച്ചമുളകായി എടുത്ത് ഇതുപോലെ നടുവൊന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ഒന്ന് കുത്തിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ എല്ലാ പച്ചമുളകും ചെയ്യണം. ഉപ്പും തൈരും എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നടുവിൽ കുത്തിയെടുക്കുന്നത്. എല്ലാ പച്ചമുളകും നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കളറ് മാറിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് വേണം വേവിക്കുന്നതായിട്ട്. ഇതുപോലെയൊക്കെ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറുണ്ണാൻ തൈരും ഈ കൊണ്ടാട്ടമുളകും മാത്രം മതി. നമ്മൾ പച്ചമുളകെല്ലാം വെള്ളത്തിലായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാവിടെയും കളർ മാറിയിട്ടുണ്ട്. അടിയിൽ കുറച്ചെണ്ണം മാത്രമാണ് കളർ മാറാത്തത്. അതുപോലെ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഒരേ പരുവത്തിലാവും. പച്ചമുളകെല്ലാം ഈ പരുവത്തിലാവുമ്പോൾ ഓഫ് ചെയ്യാവുന്നതാണ്. ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് പച്ചമുളക് വെയിലത്ത് ഉണക്കിയെടുക്കണം. ഇതുപോലെ ഒരു തുണി വിരിച്ചതിന് ശേഷം പച്ചമുളകെല്ലാം കൈകൊണ്ട് എല്ലാവിടെയും വിടർത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാ പച്ചമുളകും വിടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും പച്ചമുളകാണ് കേട്ടോ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നന്നായി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇത് ഉണങ്ങുമ്പോൾ നമുക്ക് തൈരിൽ ഇടാവുന്നതാണ്. ഇതിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടിയിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഏകദേശം ഉണങ്ങിയിട്ടുള്ള പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ നമ്മളൊരു നേരത്തെ ചുണ്ടങ്ങ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ പച്ചമുളകും തൈരും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ രാത്രി ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ പോലെ തന്നെ വെയിലത്ത് നന്നായി എല്ലാം പച്ചമുളകും വിടർത്തി ഇട്ട് കൊടുക്കണം. കൊണ്ടാട്ടമുളക് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ആയാണ് നമ്മുടെ കൊണ്ടാട്ടമുളക് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് വറുത്ത് നോക്കാം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മുളകിട്ട് കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊണ്ടിരിക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അടിപൊളി മുളക് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ വീഡിയോസും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.